SSLCയുടെ അവസാന ഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും പല വിഷയത്തിലും സംശയങ്ങളുണ്ട്. അപ്പോൾ ഫിസിക്സിൽ ചില സംശയങ്ങൾ ചോദിക്കാൻ കുറച്ച് കുട്ടികളോട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ സംശയങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഈ ആകാശം നീല കളറിൽ കാണില്ലേ, അതിന്റെ ബാക്കിലെ രഹസ്യം എന്താ? ആകാശ നീലത്തിൽ കാണപ്പെടാനുള്ള കാരണം അതിൻ്റെ പിന്നിൽ സ്കാറ്ററിങ് വിസരണമാണ്. അപ്പോൾ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലുള്ള കണികകളിലൂടെ കടന്നു വരുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അതിനാണ് കൂടുതൽ സ്കാറ്ററിങ് നടക്കുക. അപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറയുന്ന കളറുകൾ അന്തരീക്ഷത്തിലുള്ള ഈ കണികകളിൽ തട്ടിട്ട് എന്ത് ചെയ്യും? വ്യാപിക്കും. വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും കൂടി ചേർന്ന ഒരു നീലയാണ് ആകാശത്തിൻ്റെ നീല. അതാണ് ബ്ലൂ സ്കൈ. ഈ AC ജനറേറ്ററിൻ്റെയും DC ജനറേറ്ററിൻ്റെയും ആർമേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? ഈ AC ജനറേറ്ററിൻ്റെയും DC ജനറേറ്ററിൻ്റെയും ആർമേച്ചറിൽ ലഭിക്കുന്ന കറണ്ട് AC ആയിരിക്കും, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. കാരണം അവിടെ ആർമേച്ചർ ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കറങ്ങായിരിക്കും. അപ്പോൾ ഈ രണ്ട് അർദ്ധഭ്രമണങ്ങളുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ അർദ്ധഭ്രമണത്തിൽ പോസിറ്റീവും രണ്ടാമത്തെ അർദ്ധഭ്രമണത്തിൽ നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ അത് AC ആണെങ്കിലും DC ആണെങ്കിലും ഈ ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ കിട്ടുന്ന കറണ്ട് AC ആണ്. പിന്നെ ആ AC-യെ നമ്മൾ AC ജനറേറ്ററിലാണെങ്കിൽ സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വെച്ചിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക്, ബാഹ്യ സർക്യൂട്ടിലേക്ക് AC ആക്കി മാറ്റും. DC ജനറേറ്ററിലാണെങ്കിൽ അവിടെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചിട്ട് ബാഹ്യ സർക്യൂട്ടിലേക്ക്, അതായത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് അതിനെ DC ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പല കുട്ടികൾക്കും സംശയം ഉണ്ടാകുന്നൊരു കാര്യമാണ്. AC ജനറേറ്ററിൻ്റെയും DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ കിട്ടുന്ന കറണ്ട് ഏത് കറണ്ടാണ്? രണ്ടിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ടിലും AC കറണ്ടാണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. മനസ്സിലായോ? ഓക്കെ സാറേ, കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും പവർ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അത് മനസ്സിൽ തങ്ങിക്കാനുള്ള എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? ഇപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും പവർ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ആവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺവെക്സിൻ്റെ പവർ പോസിറ്റീവായിരിക്കും, എന്നാൽ കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവാണ്. ഇത് നമ്മൾ മനസ്സിലേക്ക് തങ്ങി നിൽക്കണമെങ്കിൽ ഒരു ചെറിയൊരു മന്ത്രം നമ്മൾ മനസ്സിലാക്കിച്ചാൽ, അതെന്താ പറയുക? മന്ത്രം. കോൺവെക്സ് പോസിറ്റീവ്, കോൺകേവ് നെഗറ്റീവ്. അവിടെ ഇല്ല. അപ്പോൾ കോൺവെക്സ് പോസിറ്റീവ്, കോൺകേവ് നെഗറ്റീവ്. അപ്പോൾ മന്ത്രം മറക്കണ്ട. കുറച്ച് സംശയങ്ങളൊക്കെ നമ്മൾ തീർത്തല്ലേ? അപ്പോൾ ഇത് ഇനി പരീക്ഷയ്ക്ക് വന്നാൽ എഴുതൂല? സെറ്റാക്കൂല പരീക്ഷ? ഓക്കെ, താങ്ക് യു.